ആദ്യം ഞാൻ ഹരിയാനയിലേക്ക് പോകുന്നു. നിർണായകമായ വിധി വരാൻ പോകുന്നത് ഹരിയാനയിൽ നിന്നാണ്. ഹരിയാനയിൽ സുന്ദരമായ പ്രഭാതത്തിൽ PR സുനിലും ഒപ്പം ജമ്മു കാശ്മീരിലെ തണുത്തുറഞ്ഞ പ്രഭാതത്തിൽ നിന്ന് ചൂടുള്ള വാർത്തകളുമായി ആദിൽ പാലോടും നോബൽ മാരിക്കാരനും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. വെരി ഗുഡ് മോർണിംഗ് മൂന്ന് പേർക്കും. പ്രിയപ്പെട്ട PR സുനിൽ, ഹരിയാനയിൽ ഇപ്പോൾ ഭൂപീന്ദർ സിംഗ് ഹൂഡ കുമാരി സെൽജയ്ക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്തു എന്നൊരു വാർത്ത കൂടി ഇപ്പോൾ കേൾക്കുന്നുണ്ട്. എന്തായാലും കുമാരി സെൽജ ക്യാമ്പ് അതിൽ തൃപ്തയാകുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ അതിനു മുമ്പ് നമുക്കറിയേണ്ടത് ടാലിയിൽ ആർക്ക് അനുകൂലമായുള്ള ഒരു വലിയ പെയ്ത്തുണ്ടാകുമെന്നുള്ളതാണ്. പൊതുവെ എന്താണ് ഇന്നത്തെ കാലാവസ്ഥ? കൗണ്ടിംഗ് കേന്ദ്രങ്ങളിലേക്ക് ഉദ്യോഗസ്ഥർ വന്നു തുടങ്ങിക്കഴിഞ്ഞോ? എന്താണ് ഹരിയാനയിലെ അവസ്ഥ? PR സുനിൽ, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഹരിയാനയിലെ റോത്തക്കിൽ ഭൂപേന്ദർ സിംഗ് ഹൂഡയുടെ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ക്യാപ്റ്റൻ ഹീറോ ഒക്കെയായ ഭൂപേന്ദർ സിംഗ് ഹൂഡയുടെ വസതിക്ക് മുമ്പിലാണ്. ഏതായാലും ഭൂപേന്ദർ സിംഗ് ഹൂഡയുടെ വസതിയിൽ ഇന്നലെ രാത്രിയും നമ്മൾ എത്തിയിരുന്നു. വലിയ തിരക്കായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ. ഒരുപാട് മാധ്യമങ്ങൾ അതിരാവിലെ തന്നെ ഏതാണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞു. ഏതായാലും ഹരിയാനയിൽ വരാൻ പോകുന്ന ജനവിധിയുടെ ദേശീയ പ്രാധാന്യം കൊണ്ട് തന്നെയാണ് ദേശീയ മാധ്യമങ്ങളടക്കം നൂറുകണക്കിന് മാധ്യമങ്ങൾ ഇന്ന് ഹരിയാനയിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും വലിയ ആകാംക്ഷയോടെയാണ് ഹരിയാനയിലെയും ജമ്മു കാശ്മീരിലെയും ജനവിധി ദേശീയ രാഷ്ട്രീയം കാത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ എക്സിറ്റ് പോളുകൾ രണ്ടും ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോളുകളും BJPക്കെതിരായാണ് പ്രവചനങ്ങൾ നടത്തിയിരിക്കുന്നത്. ഹരിയാനയിൽ 3-2 ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരും. ഭൂപേന്ദർ സിംഗ് ഹൂഡ ഒരുപക്ഷെ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയാകും എന്നൊക്കെയുള്ള പ്രവചനങ്ങൾ വന്നു കഴിഞ്ഞു. ഏതായാലും കുമാരി ഷെൽജ കലാപം ഉയർത്തിയിട്ടുണ്ടെങ്കിൽ പോലും കോൺഗ്രസ് അത് പരിഹരിച്ചു എന്നൊക്കെയാണ് കോൺഗ്രസുമായി അടുത്ത വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും 3-2 ഭൂരിപക്ഷത്തിൽ 90-ൽ 60-ലധികം സീറ്റുമായി ഭൂപേന്ദർ സിംഗ് ഹൂഡയുടെ നേതൃത്വത്തിൽ ഒരുപക്ഷെ ഹരിയാനയിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 10 വർഷത്തെ BJP ഭരണമാണ് അവസാനിക്കാൻ പോകുന്നത്. 2014-ൽ നമുക്കറിയാം വലിയ ഭൂരിപക്ഷത്തിലാണ് BJP ഹരിയാനയിൽ അധികാരത്തിൽ വന്നത്. അന്ന് നരേന്ദ്രമോദിയുടെ തരംഗമായിരുന്നു രാജ്യം മുതൽ ഉണ്ടായിരുന്നത്. 10 വർഷത്തിനിപ്പുറം ഏതായാലും ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൽ നരേന്ദ്രമോദി തരംഗം ഇല്ലാതാകുന്ന ഒരു സാഹചര്യം കൂടി ഹരിയാനയിൽ കാണുകയാണ്. അപ്പോൾ ഹരിയാനയിലെ ഈ ജനവിധി നിസ്സാരമല്ല. ഹിന്ദി ബെൽറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ്. അപ്പോൾ ഹിന്ദി ബെൽറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹരിയാന പോലെയുള്ള ഒരു സംസ്ഥാനത്ത് കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമ്പോൾ തീർച്ചയായും അത് ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ ആത്മവിശ്വാസമാകും BJP ഇതര പാർട്ടികൾക്ക്. ഝാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ഈ വർഷം തന്നെ അടുത്ത 3 മാസത്തിനകത്ത് ഈ തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു. അടുത്ത ദിവസങ്ങളിൽ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്താൻ പോകുന്നു. അടുത്ത വർഷം ദില്ലിയിലും ബീഹാറിലുമൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തീർച്ചയായും ഈ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ശരിയാവുകയാണെങ്കിൽ അത് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ തന്നെ ഉണ്ടാകും. ഏതായാലും ഞങ്ങളിപ്പോൾ ഭൂപേന്ദർ സിംഗ് ഹൂഡയുടെ വസതിക്ക് മുമ്പിലാണ്. കാരണം ഭൂപേന്ദർ സിംഗ് ഹൂഡ രാവിലെ എന്തെങ്കിലും മാധ്യമങ്ങളോട് പറയുമോ എന്നറിയാനാണ് ഞങ്ങൾ ഇവിടെ വന്നത്. 8 മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. അതനുസരിച്ച് മറ്റ് കേന്ദ്രങ്ങളിലേക്ക് നമ്മുടെ ടീം നീങ്ങും. ഏതായാലും അതത് സമയത്ത് ഓരോ നിമിഷങ്ങളിലും ഹരിയാനയിൽ നിന്നുള്ള അപ്ഡേറ്റ്സ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കും. ഹരിയാനയിൽ നിന്ന് നമുക്ക് ഭൂപേന്ദർ സിംഗ് ഹൂഡയുടെ പ്രതികരണങ്ങളൊക്കെ കേട്ട് നമുക്ക് യാത്ര തുടരാം.